എൻ്റെ പേര് സാബു. ഞാൻ വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലാണ് ഞാൻ താമസം. എൻ്റെ കാരണവന്മാരെല്ലാം തന്നെ തിരുവിതാംകൂറുകാരാണ്. തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് 1968 പുൽപ്പള്ളിയിൽ കുടിയേറിയതാണ്. ഒരു കാർഷിക സംസ്കാരം പേറുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചതാണ്. ഞാൻ ഡിഗ്രി വരെ വിദ്യാഭ്യാസമൊക്കെ ചെയ്തു. അതിനുശേഷം പാരമ്പര്യമായിട്ടുള്ള കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു. ആ ഭൂമിയിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലേക്ക് വന്നു. നാളിതുവരെ ഒരു PSC പരീക്ഷയ്ക്ക് ഞാൻ അപേക്ഷയൊന്നും കൊടുത്തിരുന്നില്ല. കൃഷിയോടൊരു താല്പര്യം അന്നേ തോന്നിയിരുന്നു. തുടക്കകാലത്തുള്ള ഇഞ്ചി കൃഷിയും വാഴ കൃഷിയും മറ്റ് കൃഷികളൊക്കെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ വിപണിയിൽ ഏറ്റവും കൂടുതൽ ലഭ്യത ആവശ്യമായി വന്നിട്ടുള്ളൊരു സാധനമാണ് പാഷൻ ഫ്രൂട്ട്. ഈ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് കൃഷി ചെയ്യുന്നത് ഒരുപാട് രോഗികൾക്ക് നമ്മുടെ രക്തത്തിലെ കൗണ്ട് കുറയുന്നതിനൊക്കെ കൂട്ടുന്നതിനും പിന്നെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്നതിനും എല്ലാം ഭയങ്കര ഒരു മെഡിസിനൽ പ്ലാന്റാണ്. ഇതിനെക്കുറിച്ച് ഇതിൻ്റെ സാധ്യതയെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെയാണ് തുടങ്ങിയത്. ഒരു ലാഭേച്ഛയോട് കൂടി തുടങ്ങിയതല്ല. ഇത് നമ്മുടെ ഒരു കൃഷി എന്ന് പറയുമ്പോൾ അതിലൊരു നമ്മളൊരു സന്തോഷവും ആനന്ദവും കണ്ടെത്തുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് വരുമാനമോടെ കിട്ടണം. അങ്ങനെ നമ്മളിത് ചെയ്ത് നോക്കിയിട്ട് ഇതുവരെ നഷ്ടമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് കുറേ കീടബാധകളൊക്കെ ഉണ്ട്. ഓർഗാനിക്കായി ചെയ്യണമെങ്കിൽ ഒരുപാട് ശ്രദ്ധയും പരിചരണവും നമുക്ക് ആവശ്യമാണ്. സൂക്ഷ്മമായി കൃഷി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നന്നായി കൃഷി ചെയ്താൽ നമുക്ക് ഒരു കുടുംബം സുഖമായിട്ട് ജീവിച്ചു പോകാൻ ഒരു 3 ഏക്കർ പാഷൻ ഫ്രൂട്ട് മതി. പക്ഷേ എല്ലാവരും കൂടി ഈ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ എത്രമാത്രം സാധ്യതയുണ്ട് എന്ന് പറയാൻ കഴിയില്ല. ഒരു ചുരുങ്ങിയ നിലയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വിജയകരമായിട്ട് ഇത് കൊണ്ടുപോകാൻ കഴിയും. പക്ഷെ ശ്രദ്ധ വേണം. നമ്മളെപ്പോഴും തോട്ടത്തിലുണ്ടാകണം. തോട്ടത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം. ജോലിക്കാരെ മാത്രം വെച്ചിട്ട് നമുക്ക് ഈ കൃഷി ചെയ്യാൻ കഴിയില്ല. ഞാൻ ഇതിനോടൊപ്പം തന്നെ വാഴ കൃഷിയുണ്ട്, ഇഞ്ചി കൃഷിയുണ്ട്, അങ്ങനെ തണ്ണിമത്തൻ കൃഷി ചെയ്യും. അങ്ങനെ പല കൃഷികളും ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൽ എനിക്കൊരു ഭയങ്കര ആനന്ദമുണ്ട്. കാരണം ഞാൻ കണ്ടതോളം വയനാട് ജില്ലയിൽ നാട്ടിലൊക്കെ ഞങ്ങൾ കൃഷി ചെയ്യുമ്പം എല്ലാ പാഷൻ ഫ്രൂട്ടിനും പുളി കൂടുതലാണ്. പക്ഷേ നമ്മളിവിടെ കൃഷി ചെയ്യുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ഈ ഇനത്തിന് നല്ല മധുരമാണ്. അപ്പോൾ നമ്മൾ സാധാരണ അവിടെ പാഷൻ ഫ്രൂട്ടിനകത്ത് പഞ്ചസാര മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുക. ഈ പാഷൻ ഫ്രൂട്ട് കഴിക്കാൻ യാതൊരുവിധ പഞ്ചസാരയുടെ ഒന്നും ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ സ്വാഭാവികമായിട്ട് നല്ല സ്വീറ്റാണ്. ഇതുണ്ട്, ഇങ്ങനെ ചുവന്ന് വരും. ഈ ചുവന്ന് വരുന്ന പഴം നമ്മൾ പറിച്ചിട്ട് തന്നെ പൊട്ടിച്ച് അതിനകത്തുള്ള ജ്യൂസ് തനിയെ കഴിക്കാം. തന്നെയല്ല, നമ്മൾ മാർക്കറ്റിൽ നിന്നിപ്പം പലതരം ഫ്രൂട്ടുകളും കിട്ടുന്നുണ്ട്. പക്ഷേ പാഷൻ ഫ്രൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നല്ല സ്വാഭാവികമായിട്ടുള്ള ഒരു ഗ്ലൂക്കോസ് ഉണ്ട്. തന്നെയല്ല, ഇതിനകത്ത് കൂടുതലായിട്ട് നമ്മളെ ആരും തന്നെ ഒരു കീടനാശിനികളൊന്നും കൂടുതലായിട്ട് ആരും ഉപയോഗിക്കുന്നില്ല. എല്ലാം തന്നെ ജൈവ പ്രതിരോധ മാർഗ്ഗമാണ് സ്വീകരിക്കുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന വളമാണെങ്കിൽ തന്നെയും കാലിവളം, അതായത് ചാണകം, അതിൽ ട്രൈക്കോഡർമ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നു. പിന്നെ കമ്പോസ്റ്റ് കൊടുക്കുന്നു. അത്തരത്തിലുള്ള വളങ്ങൾ മാത്രമാണ് നമ്മളിതിന് നൽകുന്നത്. വേറെ രാസവളങ്ങളൊന്നും തന്നെ നമ്മൾ നൽകാറില്ല. അതുപോലെ തന്നെ കീടനാശിനികളും നമ്മൾ അടിക്കാറില്ല. ആകെ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ വേപ്പെണ്ണ മിശ്രിതം, അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പുകയില കഷായം, അങ്ങനെയുള്ള ജൈവ കീടമാർഗ്ഗങ്ങൾ മാത്രമാണ് നമ്മളിതിൽ ഇന്ന് വരെ തുടർന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ 5 വർഷക്കാലം 6 വർഷക്കാലമൊക്കെ ലൈഫ് പറയുന്നുണ്ടെങ്കിൽ അത്രയൊന്നും നമുക്ക് ലൈഫ് കിട്ടുന്നില്ല. എന്തായാലും ഇതുവരെയായിട്ടും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ചില സീസണിലെല്ലാം കായ്ക്കൊക്കെ ചില ഭംഗിക്കുറവൊക്കെ വരും. ഇതുണ്ടോ, ഇങ്ങനെയൊക്കെ വരും. പക്ഷേ അതിരുന്നാൽ പോലും ഈ കായ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇത് ഈ മഴ കൂടുമ്പം ഇതിൻ്റെ ഈ കളറ്, ഇതിൻ്റെ കാണാനുള്ള ഗ്ലേസിങ്ങിനെല്ലാം ഒരു കുറവ് വരും. ഇതാണ് ഒരാഴ്ചയിൽ ഇപ്പോൾ ഞാനൊരു മൊത്തത്തിൽ കൃഷി ചെയ്തേക്കുന്നത് 4 ഏക്കർ സ്ഥലമാണ്. ഒരു 2 ടണ്ണ് വെച്ചിട്ട് സീസൺ സമയത്ത് ആഴ്ചയിൽ നമുക്ക് വിളവെടുപ്പിന് സജ്ജമായിട്ടുണ്ട്. അത് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഒരുവിധം കുഴപ്പമില്ലാത്തൊരു വിലയും കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ പൊത്തുവരുത്തം ഒപ്പിച്ച് പോകുന്നു. പിന്നെ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ചിലവെന്ന് പറഞ്ഞാൽ പന്തലാണ്. പന്തലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം ഇതിന് സ്ട്രോങ് പന്തലിടാവോ അത്രയും നമ്മൾ സ്ട്രോങ് ആയിട്ട് പന്തലിടണം. അപ്പോൾ പന്തലിടുന്നതിന് 1 ഏക്കർ ചെയ്യേണ്ടതിന് നല്ലൊരു ശതമാനം നല്ല പൈസ ചിലവ് വരും. നല്ല ഗേജുള്ള കമ്പി വേണം. ഇതുണ്ടോ, നല്ല ഗേജുള്ള കമ്പി വേണം. ഇതിൽ ആണ് നിൽക്കുന്നത്. അതുപോലെ ഞാനിത് ആദ്യം ചെയ്തപ്പോൾ ഒരു 20 അടിക്കൊക്കെയാണ് 2 ഇഞ്ച് പൈപ്പ് ഇട്ടത്. നിങ്ങൾക്ക് കാണാം, ഇതാ സ്ക്വയർ പൈപ്പുകളുണ്ടോ, 2 ഇഞ്ച് പൈപ്പ് ഇട്ടിട്ടാണ് ചെയ്തത്. ഈ 2 ഇഞ്ച് പൈപ്പിലും നിൽക്കാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ മുളയുടെ ഇതിട്ടിട്ട് നമ്മൾ വീണ്ടും സപ്പോർട്ട് കൊടുത്തു. അപ്പോൾ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 3 ലക്ഷം രൂപയെ കൂടുതൽ 1 ഏക്കറിന് ഇതിൻ്റെ പന്തലിൻ്റെ കാര്യങ്ങളും നടിയിലും എല്ലാം കൂടി വരും. ഞാൻ കുഴിയെടുത്ത് തടവെടുത്തു. തടത്തിൽ ഉണക്ക ചാണകം ഇട്ടു, വേപ്പും പിണ്ണാക്ക് ഇട്ടു, അതുപോലെ തന്നെ രാജ്ഫോസ് ഇട്ടു. അതിനുശേഷം കുഴി മൂടി. ആ കുഴി മൂടിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ തൈ വെച്ചിട്ട് 6 മാസം ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് കായ തുടങ്ങി. ഏതാണ്ടൊരു 9 മാസമൊക്കെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് ഫുൾ സിങ്ങിൽ
നമുക്കിത് കായ്ക്കാൻ തുടങ്ങി. കുഴപ്പമൊന്നുമില്ല ഇതുവരെ. അപ്പോൾ നമ്മളിതിൻ്റെ ഈ തൈകൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പലർക്കും സംശയമുണ്ട്. നമ്മളൊരു ആരോഗ്യമുള്ള ചെടി നമ്മൾ തോട്ടത്തിൽ സെലക്ട് ചെയ്യുക, 2-3 ചെടികൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഏറ്റവും നല്ല ഫ്രൂട്ട് നമ്മൾ പറിച്ച് ആ ഫ്രൂട്ട് പറിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള കായ നമ്മളതിൻ്റെ ജ്യൂസ് പുറത്തേക്ക് എടുക്കണം. അതിലുള്ള പൾപ്പ് നമ്മൾ നീക്കം ചെയ്യണം. പൾപ്പ് നീക്കം ചെയ്യാൻ ഏറ്റവും എളുപ്പമാർഗ്ഗം തന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അടുപ്പ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാരം. ആ ചാരം നമ്മൾ പൾപ്പിലേക്ക് ഇട്ടിട്ട് കൈ കൊണ്ട് തിരുമിയിട്ടുണ്ടെങ്കിൽ ഈ പൾപ്പ് അങ്ങ് പോകും. ആ പൾപ്പ് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ കുരു, കറുത്ത നിറത്തിലുള്ള കുരു മാത്രമായിട്ട് നമുക്ക് കിട്ടും. ആ കുരു നമ്മൾ കുറച്ച് നാരങ്ങ, 1-2 നാരങ്ങയും കൂടെ പിഴിഞ്ഞ് അതിന് ശേഷം അത് നമ്മൾ തണലത്തിട്ട് ഉണക്കുക. ആ ഉണക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെയുള്ള കൂടുകളിൽ നിറച്ചിട്ട് ആ കൂടുകളിൽ തൈ നമുക്ക് വിത്ത് നിക്ഷേപിച്ചാൽ മതി. നല്ല മണ്ണും ചാണകവും കൂടെ. അല്ലെങ്കിൽ കർണാടകയിലാണെങ്കിൽ നമ്മുടെ ഇത് കിട്ടും, കോക്കോപ്പിറ്റ് എന്ന് പറയും, ചകിരിച്ചോറ്. ആ ചകിരിച്ചോറ് നിറയ്ക്കുന്നു. ചകിരിച്ചോറ് നിറച്ചിട്ട് നമ്മൾ ഒരു വിത്ത് ഇതിലേക്ക് ഇട്ട് ചെറിയ നന കൊടുത്താൽ മതി. കൂടുതൽ നന വേണ്ട. ചെടി വളർന്നു വരും. ഇതൊക്കെ നടാൻ പാകമായിട്ടുള്ള ചെടിയാണ്. ഇതിപ്പോൾ ഈ മഴ കാരണമാണ് ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോയി. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടാവും, ഇലകളൊന്നും കൊഴിഞ്ഞു പോകത്തില്ല. അങ്ങനെ ഇതൊക്കെ നടാൻ പാകമായിട്ടുള്ള ചെടികളാണ്. ഈ ചെടികൾ നമ്മൾ തടവെടുത്ത് ഒരു സാധാരണ കാപ്പിത്തൈ വെക്കും പോലെ ഒക്കെ ചെയ്താൽ മതി. ഒരു 1 അടി 1.5 അടി അകലത്തിൽ നമ്മളൊരു കുഴിയെടുത്ത് അതിനകത്ത് നമ്മൾ വളങ്ങൾ, ജൈവവളം സമ്പുഷ്ടമായിട്ട് അത് നിറയ്ക്കുക. ആ നിറച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ അത് കുഴി മൂടി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തൈ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൈ സ്വാഭാവികമായിട്ടും വളർന്നു വരും. പിന്നെ കളകൾ വരാതിരിക്കുക. പിന്നെ എന്തെങ്കിലും പുതയിട്ട് കൊടുക്കുക. ഇതിൻ്റെ അടി കണ്ടല്ലോ, അല്ലാതെ നമ്മൾ പുതയിട്ടിട്ടുണ്ട്. എന്തെങ്കിലും പുതയിട്ട് കൊടുക്കുന്നത് നമുക്ക് ഒന്ന് തണുപ്പ് നിൽക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ പുതയിടുന്നത് തന്നെ നമ്മൾ വെള്ളം കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ജൈവവളമായിട്ട് അതിന് കിട്ടുകയും ചെയ്യും. അതാണ് നടിയൽ രീതി. അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ലാണ്ട് നന കൊടുക്കേണ്ട കാര്യമില്ല. ആദ്യഘട്ടങ്ങളിലൊക്കെ ആവശ്യത്തിന് മാത്രം നന മതി. പിന്നെ വേനൽക്കാലത്ത് നടുന്നെങ്കിൽ നമ്മളൊരു ഷെയ്ഡ് കൊടുക്കണം, വെയിലടിച്ചിട്ട് ഇതിൻ്റെ ഇലകൾ കരിഞ്ഞ് പോകാതെ. അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു നട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതിന് മുകളിലേക്ക് കൂമ്പെടുത്തിട്ട് കയറി വരാൻ തുടങ്ങും. ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് കയറിപ്പോകാൻ വേണ്ടി സപ്പോർട്ടായിട്ട് എന്തെങ്കിലും ഒരു കാലോ അല്ലെങ്കിൽ ഒരു വള്ളിയോ കെട്ടിക്കൊടുത്തിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് വരിക. ഏതാണ്ട് നമ്മളുടെ ഒരാളുടെ അരപ്പൊക്കെ ആകുന്നതിന് മുമ്പ് നമ്മൾ പന്തലിൻ്റെ പണി തുടങ്ങിയിരിക്കണം. നമ്മൾ 7 അടി ഹൈറ്റ് നമ്മൾ പന്തലിടുക. 7 അടി ഹൈറ്റ് ആകുമ്പോഴേക്കും നമ്മൾ പന്തലിലേക്ക് ഇത് കയറണം. അപ്പോൾ പന്തലിനുള്ള എല്ലാ സംഭവവും നമ്മൾ ആദ്യം തന്നെ ഒരുക്കി വെച്ചിരിക്കണം. ഒരുക്കി വെച്ചിട്ട് തൈ നടാവുള്ളൂ. തൈ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാസം കൊണ്ട് പന്തലിൻ്റെ അടുത്തേക്ക് എത്തും. അപ്പോൾ പിന്നീട് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതാണ്. ഒക്കെ നമ്മൾ ബലമുള്ള എല്ലാത്തരം കാലുകളും സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യമേ തന്നെ ഒരുക്കി ശരിക്കും പന്തലിൻ്റെ പണി ഏകദേശം ആയിട്ട് തൈ വെക്കുന്നതായിരിക്കും നല്ലത്. ഒരു കുറച്ചധികമുള്ള ആളുകൾക്ക്. ഒന്നാമത് ഇത് എല്ലാ ആളുകൾക്കും ഇത് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഈ പന്തലിട്ട് പരിചയമുള്ള തൊഴിലാളികളെ കിട്ടണം. നമുക്ക് 1-2 ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ജോലിയല്ല. അതാണ് ഇതിൻ്റെ നടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിലിപ്പോൾ നമ്മളുടെ ഈ കായിനെയൊക്കെ ആക്രമിക്കുന്ന ഒരുപാട് കീടങ്ങളുണ്ട്. ഇത് കണ്ടു, ഇതിനകത്തേക്ക് ഒരു ചെറിയ ചെറിയ കുത്തുകൾ കാണാം. ഈ കുത്തുകളൊക്കെ ചെറിയ ചെറിയ പ്രാണികൾ, ഈച്ചകളും വന്ന് കടിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇതേ തരത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവർ മാർക്കറ്റിൽ കിട്ടും. അതിലൊരു ഗമ്മുണ്ട്. ആ ഗമ്മ് നമ്മൾ തേച്ച് വയ്ക്കുക. അപ്പോൾ തേച്ച് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഈ കളറിലേക്ക് ഒരു ആകർഷണീയത്തിൽ വന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്നതെല്ലാം ഒരുതരം പ്രത്യേക തരത്തിലുള്ള പ്രാണികളും ഇതൊക്കെയാണ്. അപ്പോൾ അതെല്ലാം ഇതിൽ വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇത് നമ്മളിതല്ല ഒരു 10 അടി 20 അടി അകലത്തിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കും. വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ കുത്തുകളൊക്കെ വരാതെ ഇതിരിക്കും. ഇതിപ്പോൾ മഴ കൂടിയിട്ടൊക്കെ വന്നതാണ്. ആ പശ അതിനകത്ത് പോയി, ഇല്ലെങ്കിൽ അതിൽ പിടിച്ചിരിക്കും. പിന്നെ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ജൈവവളമാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നീട് ഈ ഇലകളിലൊക്കെ ഒന്ന് പുഷ്ടിമയോ എന്തെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വല്പം യൂറിയോ അതുപോലെ തന്നെ പൊട്ടാഷ് കൂട്ടിയിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അത് വളരെ കുറഞ്ഞ അളവിൽ മതി. ഒരു ചെടിക്ക് ഒരു വർഷത്തിലൊരു 100 ഗ്രാം, ഒരു 200 ഗ്രാമൊക്കെ അത് മതിയാവും. ബാക്കിയെല്ലാം തന്നെ ജൈവവളത്തിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാം. നന്നായിട്ട് കമ്പോസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ വേരിനെ ആക്രമിക്കുന്ന നിമാവിരകൾ, അതുപോലെ ഈ ഒരുപാട് പുഴുക്കളുണ്ട്. പുഴുക്കളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകപ്പുഴു നമ്മൾ പറയുന്നത്. അതിനൊക്കെ നമ്മൾ ശരിക്കും നന്നായിട്ട് വേപ്പും പിണ്ണാക്ക് ചാണകത്തിലോ അല്ലെങ്കിൽ കമ്പോസ്റ്റിലോ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗം. എന്നിരുന്നാൽ പോലും ഇതിങ്ങനെ ചോട്ടിന്ന് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഈ പുഴുക്കൾ തിന്ന് ഇങ്ങനെ പോകലുണ്ട്. ഈ ഏറ്റവും അടിയിൽ ഇവിടെ തന്നെ ഉണ്ട്, തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ പോകലുണ്ട്. അതിന് നമ്മളിപ്പോൾ വേപ്പ് പിണ്ണാക്ക് ഇട്ടിരിക്കുന്നതാണ്. വേപ്പ് പിണ്ണാക്കും പിന്നെ കമ്പോസ്റ്റെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ചോട്ടിലിട്ട് കൊടുത്തിരിക്കുക. ഇതാണ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ കഴിയുന്നൊരു മാർഗം. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ
അതാ പിന്നെ ഇലകളിൽ നിന്ന് പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല. ഇല ഇതിപ്പോൾ 3-ാം വർഷം തോട്ടാണ്. ഇത് പ്രൂണിങ് ചെയ്യണമെന്നാണ് കൃഷി വകുപ്പൊക്കെ പറയുന്നത്. പക്ഷേ പ്രൂണിങ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കായുണ്ട് ഇപ്പോഴും. അപ്പോൾ കായ ഉള്ളത് കൊണ്ടാണ് നമ്മളിത് പ്രൂണിങ് ചെയ്യാത്തത്. അപ്പോൾ കായ തീർന്നിട്ട് വേണം ഒന്ന് ചെയ്യാമെന്ന് വെച്ചിട്ട് നിൽക്കുന്നു. പക്ഷേ തന്നെ ഇത് കുറേ ഉണങ്ങി പോവുകയും പിന്നീട് അതിന് മുള വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നൊരു ആശയക്കുഴപ്പം എനിക്കുമുണ്ട്. അങ്ങനെ നിൽക്കുന്നു. ഇതാണ് അതിനകത്ത് വളപ്രയോഗം ശ്രദ്ധിക്കേണ്ട ഇതാണ്. പിന്നെ നന്നായിട്ട് വളം വേണം. ഈ ചെടി നന്നായി വളരണമെങ്കിൽ ജൈവവളം നന്നായിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ വേറെ ഇതാണ് ഈ ഫംഗസ് ബാധ ഭയങ്കരമായിട്ടുണ്ട്. ഈ ഫംഗസിന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സാധാരണ നമ്മളുടെ ജൈവ കീടനാശിനികളിൽ ചിലപ്പം നിൽക്കാറില്ല. അപ്പോൾ നമ്മൾ മാംഗോസപ്പും കാർബൺ ഡൈഓക്സൈഡും അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്ന സാഫ് നമ്മൾ അടിക്കാറുണ്ട്. ആ സാഫ് ഈ ശീതകാലത്ത് മഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പായിട്ടും അതുപോലെ മഴക്കാലത്തും നമ്മൾ 2-3 പ്രാവശ്യം ഒരു വർഷത്തിൽ സാഫ് അടിക്കാറുണ്ട്. സാഫ് അടിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഈ ഫംഗസൈഡ് ഇങ്ങനെ ഈ ഇലകളെല്ലാം ഇങ്ങനെ കരിഞ്ഞ് ഉണങ്ങി ഇതിനിടയ്ക്ക് നിന്നിട്ട് അത് ഫംഗസായിട്ട് അതിനകത്തൊക്കെ ഫംഗസ് വരും. അതിനൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫംഗസൈഡ് അടിച്ചു കൊടുക്കും. അത് നമ്മൾ ജൈവ മാർഗ്ഗത്തിൽ കാർബൺ ഡൈഓക്സൈഡും മാംഗോസപ്പുമാണ്. അത് അത്രയും ആരോഗ്യപരമായിട്ട് നമുക്ക് അത്രയൊരു ബാധിക്കുന്നതായിട്ട് അറിയില്ല. വലിയ ഒരു കടുത്ത വിഷമൊന്നുമല്ല, വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു കീടനാശിനിയാണ് തോന്നുന്നത്. അതാണ് അടിച്ചു കൊടുക്കുക, സാഫ് അടിച്ചു കൊടുക്കും. വേറെ നമ്മൾ ഫംഗസൈഡൊന്നും അടിക്കാറില്ല. ഇതാണ് ഇതിൻ്റെ പൂക്കൾ കണ്ടോ. ഇത് സാധാരണ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പൂ വിരിയുക. ഉച്ചയ്ക്ക് ശേഷം പൂ വിരിഞ്ഞിട്ട് ഇത് പരാഗണം നടക്കുന്നതിന് പോളിനേഷൻ നടക്കുന്നതിന് മുമ്പായിട്ട് മഴ പെയ്താൽ ഇത് പോളിനേഷൻ നടക്കില്ല, സെറ്റാവില്ല, ഇത് കൊഴിഞ്ഞു പോകും. അപ്പോൾ ഈ മഴ പെയ്യാൻ പാടില്ല വൈകുന്നേരങ്ങളിൽ. മഞ്ഞ് കുഴപ്പമില്ല. അത് ഇതുകൊണ്ട് ഇതിന് മുകളിലെല്ലാം കൊഴിഞ്ഞു പോയതാണ്. ഈ മഴ കൂടിയിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോയി. ഇതാണ് ഇത് നമ്മൾ നട്ടിട്ട് ഒരു 6-ാമത്തെ മാസം ആകുമ്പോഴത്തേക്ക് ഇതേപോലെയുള്ള ശിഖരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ ഇതായി കാണുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഈ പൂക്കൾ, അതായത് കാ വരാനുള്ള ലക്ഷണമാണ്. ഇതിങ്ങനെ വിരിഞ്ഞ് ഇത് ഫ്ലവർ വിരിഞ്ഞ് പോളിനേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള കായ്കളായിട്ട് മാറും. ഇത് നട്ടിട്ട് 6-ാമത്തെ മാസം മുതൽ നമുക്ക് ഇത് തുടങ്ങും. ഏതാണ്ട് ഒരു 6 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ കായ്കൾ പറിച്ചു തുടങ്ങാം. ഏതാണ്ട് ഇതിപ്പോൾ ഈ പൂവിട്ടിട്ടുണ്ട്. ഈ പൂവിട്ട കായ് നമുക്കൊരു 3 മാസം കൊണ്ട് ഇതിന് നമുക്ക് വിളവെടുപ്പിലേക്ക് നമുക്ക് ഈ ഫ്ലവർ സെറ്റായാൽ നമുക്ക് 3 മാസം കൊണ്ട് ഇത് കിട്ടും. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ ഷെയ്ഡുകളൊന്നും വരരുത്. ഷെയ്ഡുകളൊന്നും വരാതിരിക്കുന്നതാണ് ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്വാളിറ്റി എല്ലാം ഒന്നാണ്. ഇതിനകത്തുള്ള ജ്യൂസിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇത് മാർക്കറ്റിൽ വരുമ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ടും ഇത് വാങ്ങുന്നത് മാളുകളിലാണ്. ഇപ്പോൾ ഡെങ്കിപ്പനി അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഇത് കണ്ടമാനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആളുകളൊക്കെ പോയി വാങ്ങുമ്പോൾ മാർക്കറ്റിൽ ഇത് കാണാനുള്ള സൗന്ദര്യം നോക്കും. പക്ഷെ ആ കാണാനുള്ള സൗന്ദര്യത്തിനൊന്നുമില്ല. കുറച്ച് ചുളിവോ അല്ലെങ്കിൽ ചുളിവൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രൂട്ടായിരിക്കും, ഉള്ളിൽ നല്ല മധുരമായിരിക്കും. ഇതാണ് എൻ്റെ അനുഭവം. പിന്നെ മാർക്കറ്റിൽ നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങ് പോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ചീച്ചിലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉള്ളിൽ കായ്ക്ക് ഫ്രൂട്ടിന് ജ്യൂസായിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ ഇന്ന് പ്രധാനമായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള മാളുകളാണ്. ഈ മാളുകളിലാണ് ഇത് നമ്മൾ 60 രൂപ 70 രൂപയൊക്കെയാണ് കിട്ടുന്നത് ഇപ്പോൾ. സീസൺ സമയത്ത് എല്ലായിടത്തും കായുള്ളപ്പോൾ 20 രൂപ മുതൽ 35 രൂപ വരെയാണ് കിട്ടുന്നത്. അത് നമുക്ക് വർക്കൗട്ട് ആവില്ല. നമ്മൾ ചെയ്യുന്ന അധ്വാനവും നമ്മുടെ കൂലിച്ചെലവും വെച്ചിട്ട് നമുക്കത് എങ്ങനെയായാലും പൊരുത്തപ്പെടില്ല. പിന്നെ അത് നമുക്ക് അന്നേരം കളയാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ ആ വിലയ്ക്കും കൊടുക്കും. കാരണം ആ സമയത്ത് വയനാട്ടിലൊക്കെ ഒരു സമയമുണ്ട്, സീസൺ സമയമുണ്ട്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വല്ലാണ്ട് കായ ഉണ്ടാവും. അതൊക്കെ ആ സമയത്ത് കായ്ക്ക് വല്ലാണ്ട് വില കുറയും. ഇപ്പോൾ വിപണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നു ഇത് പുറത്തേക്ക് പോകുന്നുണ്ട്, വിദേശത്തേക്ക് കയറ്റുമതി ഉണ്ട് എന്നൊക്കെ പറയുന്നു. അതിനെക്കുറിച്ചൊന്നും അറിയില്ല. എന്നിരുന്നാൽ പോലും നമുക്കൊരു ഇതുവരെയായിട്ടും കയറ്റിപ്പോകാത്ത ഒരു പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഒരാളല്ലെങ്കിൽ ഒരാൾ എടുക്കാനുണ്ട്. ഇത് പോകുന്നതെല്ലാം തന്നെ ബാംഗ്ലൂർക്ക് പോകുന്നുണ്ട്, അതുപോലെ തന്നെ കേരളത്തിൽ ലുലു മാളിലേക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ പല സ്ഥലങ്ങളുമാണ് പറയുന്നത്. ഞാൻ മാർക്കറ്റിങ്ങുമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. പ്രധാനമായിട്ടും നമ്മൾ കൃഷിയോടുള്ള താല്പര്യം, കാരണം കൃഷിയിൽ നമ്മൾ ആനന്ദം കണ്ടെത്തുന്നു. നമുക്ക് നമ്മുടേതായിട്ടുള്ള സമയത്ത് നമ്മൾ മറ്റൊരാളെയും ബോധിപ്പിക്കാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചില സമയത്തൊക്കെ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. ചില വർഷം ചിലപ്പോൾ നഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും സന്തോഷമായിട്ട് നമുക്ക് ഇതിലെ വരുമാനം കൊണ്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വലിയ വലിയ ആഗ്രഹങ്ങളല്ല നമ്മൾക്കെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനായിട്ട് നമുക്കൊരു ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും.
കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു സന്തോഷവും ആനന്ദവും കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ പൊതുവിൽ നമ്മൾ കാണുന്നതിനുണ്ടെങ്കിൽ കൃഷിക്കാർക്ക് സമൂഹത്തിൽ വലിയ ഡിമാൻഡൊന്നുമില്ല. കൃഷിക്കാരെന്ന് പറയുമ്പം നിങ്ങൾക്ക് എന്താ ജോലി? കൃഷി. അപ്പോൾ കൃഷിക്കാരൻ്റെ മക്കൾക്ക് പോലും ഇപ്പോൾ ഒരു പെണ്ണ് പോലും കെട്ടാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. എല്ലാവർക്കും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ മാത്രം മതി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ പത്തായപ്പുരകൾ നിറയ്ക്കുന്ന വലിയൊരു ആളുകളാണ്, ഒരു വിഭാഗമാണ് ഞങ്ങൾ കർഷകർ. ഈ കർഷകരില്ല എങ്കിൽ ഇന്ന് വരെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയും വളർന്നിട്ടും ഒരു പാഷൻ ഫ്രൂട്ട് എങ്ങനെ സാങ്കേതിക വിദ്യയിൽ ഉണ്ടാക്കാമെന്ന് നമുക്കറിയില്ല. അത് കൃഷി തന്നെ വിളയിക്കണം. നമ്മൾ കഴിക്കുന്ന കേരളത്തിലെ മുഖ്യാഹാരമാണ് അരി. അരി നമുക്ക് പാടങ്ങളിൽ തന്നെ വിളയിക്കാൻ പറ്റും. പക്ഷേ ഇന്നിപ്പോൾ എല്ലാവരും തന്നെ IT-യിലേക്ക് പോകുന്നു, വിദേശത്തേക്ക് പോകുന്നു, അമേരിക്കയ്ക്ക് പോകുന്നു, ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. എല്ലാവരും അങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ തനതായിട്ട് ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. ഈ തൊഴിലവസരങ്ങളെ പ്രയോജനപ്പെടുത്താൻ നോക്കുന്നില്ല. പിന്നെ പലപ്പോഴും നമുക്കിതിൽ നഷ്ടം സംഭവിക്കാറുണ്ട്. ഈ നഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് ഇപ്പോൾ കർണാടകയിലൊക്കെ നമ്മളെ കൃഷിക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നൊരു സർക്കാർ. ഇപ്പോൾ ഈ ട്രിപ്പ് ഇറിഗേഷനൊക്കെ ഇവിടെ ഫ്രീ ആണ്, കറണ്ട് ഫ്രീ ആണ്. ഒരു കൃഷിക്കാരൻ്റേതായിട്ടുള്ള അംഗീകാരം കൊടുക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് എനിക്ക് തോന്നിയത് കർണാടകം. കേരളത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. കേരളം മാറണം. അതായത് നമ്മൾ ഈ മുറ്റത്ത് ഒരു മുറം പച്ചക്കറി ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും കിഴങ്ങ് വിളകളും എല്ലാം നമ്മൾ ഉണ്ടാക്കണം. അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ അതിലേക്ക് ഒരു ദിശാബോധം നൽകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കർണാടക, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ആസാം, ഒറീസ തുടങ്ങിയിട്ടുള്ള തമിഴ്നാട്, അതായത് 12ഓളം സംസ്ഥാനങ്ങളിലുള്ള കർഷകരെ ഏകോപിപ്പിച്ചുകൊണ്ട് യുണൈറ്റഡ് ഫാർമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കർഷക സംഘടനയ്ക്ക് രൂപം നൽകി. അതായത് ഞങ്ങളുടെ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് മറുനാടൻ കർഷക സംഘടനയാണ്. നമ്മൾ മറുനാട്ടിൽ നിന്ന് വന്ന് കേരളക്കാരായ കർഷകർ ഗോവയിൽ കൃഷി ചെയ്യുന്നവരുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, അതുപോലെ തന്നെ ആന്ധ്രയിലുണ്ട്, ഛത്തീസ്ഗഡിലുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും കൃഷി ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഞങ്ങൾക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് ആളുകളിൽ നിന്ന്, അതുപോലെ തന്നെ ഭരണകൂടത്തിൽ നിന്ന്, അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളെയൊക്കെ ഒരു അവജ്ഞയോടെ ചിലപ്പോൾ കാണുന്നൊരു സ്ഥിതി കാണാറുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്നതിനും നമ്മൾ ഇതിൻ്റെ അടിസ്ഥാന വർഗമാണ്, അതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ UFPA എന്ന യുണൈറ്റഡ് ഫാർമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ടാക്കിയത്. വളരെ നന്നായിട്ട് പോകുന്നു. ഞങ്ങളുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഓടിയെത്താറുണ്ട്. അപ്പോൾ ഇത് മറുനാട്ടിൽ വന്ന് കൃഷി ചെയ്യുന്ന ആളുകൾക്കൊരു വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ ഞങ്ങളിതിന് ആവശ്യപ്പെടുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഈ പ്രവാസികളായിട്ട് ഞങ്ങളെ കാണണം. ഞങ്ങൾ കേരളത്തിൻ്റെ വെളിയിൽ വന്ന് കേരളത്തിൻ്റെ അന്നദാതാക്കളായി മാറിയിരിക്കുക. പച്ചക്കറിയിലായാലും പഴവർഗ്ഗങ്ങളിലായാലും ഇപ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇഞ്ചി ആയാലും വാഴയായാലും എല്ലാം ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ സാധനങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന രൂപത്തിൽ കേരള സർക്കാർ ഈ കേരളത്തിന് വെളിയിൽ വന്ന് കൃഷി ചെയ്യുന്ന ഞങ്ങളെ പ്രവാസി കർഷകരായി അംഗീകരിക്കുകയും ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾക്ക് അർഹരാക്കുകയും ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് ഒരു ആനുകൂല്യം ലഭിക്കില്ല. കാരണം ഇവിടെ നമുക്ക് നികുതി ഷീറ്റില്ല. ഞങ്ങളെല്ലാം ഇവിടെ പാട്ടകൃഷിക്കാരാണ്. 10 ഏക്കർ, 20 ഏക്കർ, 30 ഏക്കറൊക്കെ സ്ഥലം പാട്ടത്തിനെടുത്ത് അവിടെ നമ്മൾ വെള്ളം ഉണ്ടാക്കണം. അതായത് ബോർവെല്ലടിക്കുന്നതിന് കാരണം ഇവിടെ കറണ്ട് ഫ്രീ ആണ്. വെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ഫ്രീ ആണ്, വൈദ്യുതി ചാർജില്ല. ആ വൈദ്യുതി ചാർജ് ഇല്ലാതെ നമ്മൾ ആ കറണ്ട് ഉപയോഗിച്ച് ഈ കൃഷിക്ക് സ്ഥലത്തിൻ്റെ ഉടമയ്ക്ക് പാട്ടം കൊടുത്ത് തുടക്കത്തിലൊക്കെ ഒരു 20,000 രൂപ, 30,000 രൂപ. ഇപ്പോൾ ഇഞ്ചി കൃഷി ചെയ്യണമെങ്കിൽ ഒരു 18 മാസം 20 മാസം കാലാവധിക്ക് 1,60,000 രൂപ വരെ കൊടുക്കണം. അതായത് പുതിയ സ്ഥലം, അത് അത്യാവശ്യം കൊള്ളാവുന്ന സ്ഥലങ്ങളും സൗകര്യമുള്ള സ്ഥലങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞതുകൊണ്ട് റിപ്പീറ്റ് കൃഷി, രണ്ടാം വിളയായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നതിന് 1,40,000 രൂപ വരെയായി. അപ്പോൾ ഇത്രയും പണം കൊടുത്തിട്ടാണ് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് കോടിക്കണക്കിന് രൂപയാണ് ഈ മേഖലയിൽ ഞങ്ങളെ പോലുള്ള കർഷകർക്ക് നഷ്ടം സംഭവിച്ചത്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പിരിഞ്ഞു പോവുകയല്ല, ഞങ്ങൾ പിടിച്ചു നിൽക്കുകയാണ്. ഈ പിടിച്ചു നിൽപ്പിൽ ഞങ്ങൾക്ക് ഒരു സർക്കാരിൻ്റെയും അതല്ല എങ്കിൽ നമ്മൾക്ക് വേറെ ഒരു ഏജൻസികളുടെയും ഇന്നുവരെ ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല എന്നുള്ളതാണ്. സാമ്പത്തികമായ സഹായം പോട്ടെ, ഒരു സമാശ്വാസ വാക്ക് പോലും ലഭിക്കുന്നില്ല. ഞങ്ങളെല്ലാം എന്തോ ഭയങ്കരമായിട്ട് സമ്പത്ത് സ്വരൂപിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളാണെന്ന് ഞങ്ങൾ വീക്ഷിക്കുക. തികച്ചും അതല്ല. നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കാർഷിക മേഖലയ്ക്ക് ഇത്രയൊന്നും ഒരു സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല. അവിടെ കൃഷിഭവനുകളാണെങ്കിലും നോക്കുകുത്തികളാണ്, സർക്കാർ ഏജൻസികൾ ഒരുപാടുണ്ടെങ്കിൽ പോലും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം പോലും ഏറ്റെടുക്കാൻ ആളില്ല. ഇപ്പോൾ കുട്ടനാട്ടിലേക്ക് നമ്മൾ കാണുന്ന നെല്ല് വിതച്ച് നെല്ല് കൊയ്തിട്ട് റോഡ് സൈഡിലിട്ടിരിക്കുക, സംഭരിക്കാൻ ആളില്ല. എന്നാലോ അരിയുടെ വില കിലോയ്ക്ക് ഏതാണ്ട് 20 രൂപയിലധികം ഈ ഒറ്റ ആഴ്ച കൊണ്ട് വർദ്ധിച്ചു. ആന്ധ്രയിലേക്ക് മന്ത്രിയായിട്ട് സംസാരിച്ചിട്ട് അവിടെ ജയ അരി ഇറക്കുമതി ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ കേരളത്തിൽ തനതായിട്ട് എത്രയോ പാടശേഖരങ്ങൾ വെറുതെ കിടക്കുന്നു. എന്തുകൊണ്ട് കേരളത്തിലെ ആളുകൾ കൃഷി ചെയ്യുന്നില്ല? അതിലേക്ക് നമ്മൾ തിരിച്ചു വരണം.
കൃഷി ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, അവിടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു അവജ്ഞയോടുകൂടി കാണുന്ന ഉദ്യോഗ വൃന്ദമാണ് കേരളത്തിലെ കൃഷിയെ പരാജയപ്പെടുത്തുന്നത്. ഒരു കൃഷി ഓഫീസിൽ പോയി നോക്കി, അവിടെ പോയ ഒരു കൃഷിക്കാരന് അവിടെ ഒരു മാന്യമായ ഒരു കസേരയില്ല. ഇവൻ അവിടെയും ഓച്ചാനിച്ച് നിൽക്കേണ്ടിയിരിക്കുന്നു. അവനെ ഇങ്ങനെ കൈകൂപ്പി നിന്നിട്ട് സാറേ എന്ന് വിളിച്ചാൽ മാത്രമാണ് എന്തെങ്കിലും ഒരാളെന്ന് ഒരു ക്ലർക്ക് പോലും ഒന്ന് നേരെ നോക്കുകയുള്ളൂ. പക്ഷേ ഇവരെക്കാളൊക്കെ എത്രയോ ഉന്നതിയിലാണ് ഒരു കർഷകൻ എന്നത് തിരിച്ചറിയുന്നില്ല അവർ 3 നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു കൃഷിക്കാരൻ്റെ അധ്വാനം ഉണ്ടാകണം. അവൻ്റെ വിയർപ്പിലാണ് അവൻ ഭക്ഷണം കഴിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടില്ല. ഇവൻ കൊടുക്കുന്ന നികുതിയിലാണ് ഇവർ ശമ്പളം വാങ്ങുന്നത്. ഇതൊന്നുമില്ലാതെ തന്നെ നമ്മൾ ആരോടും ഒരു പരിഭവവും പരാതിയും പറയാതെ, ഒരു അംഗീകാരവുമില്ലാതെ ഈ സമൂഹത്തിൽ നമ്മളൊക്കെ കൃഷി ചെയ്യുന്നു, ഞങ്ങളൊക്കെ ജീവിക്കുന്നു, ഞങ്ങളെല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്നു. ഞങ്ങളെല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം ഞങ്ങൾ കൃഷിയും പഠിപ്പിക്കുന്നു. ഞങ്ങളുടെ കുട്ടികളെല്ലാം, ഒരുപാട് കുട്ടികൾ, ഞങ്ങളുടെ മക്കളെല്ലാം കൃഷിയിലേക്ക് തന്നെയാണ് വരുന്നത്. ഞങ്ങളുടെ കൃഷിയിൽ ഞങ്ങളൊരു മോശമായിട്ട് ഞങ്ങളൊന്നും കാണുന്നില്ല. വിവാഹ കമ്പോളത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ മക്കൾക്കൊക്കെ ചിലപ്പോൾ മാർക്കറ്റ് കുറവായിരിക്കും. ഒരു കൃഷിക്കാരൻ്റെ മകൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവന് എന്താ ജോലി, ഒരു കൃഷി എന്ന് പറയുമ്പോൾ അവർക്ക് വിവാഹ കമ്പോളത്തിലൊക്കെ ഇച്ചിരി മാർക്കറ്റ് കുറവുണ്ട്. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിത് ഒരു കാര്യമായി കാണുന്നില്ല. ഇത് ഞങ്ങൾക്കുള്ളിലൊരു നീറ്റിലാണ്, ഒരു വേദനയാണ്. കാരണം ഈ രാജ്യത്തിന് വേണ്ടി ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും നമ്മളെ ഇങ്ങനെ ഒരു മാറ്റി നിർത്തുന്നൊരവസ്ഥ. ഈ സാഹചര്യം മാറണം. നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറണം. ഇംഗ്ലണ്ടിലും അമേരിക്കയിലും പോയാൽ മാത്രമാണ് ജീവിതം എന്നുള്ളതല്ല. നമ്മുടെ നാട്ടിൽ സ്വച്ഛന്തമായി ജീവിക്കാം. അതിനുള്ള എല്ലാ പരിസ്ഥിതികളും ഉണ്ട്. അധ്വാനിക്കാനുള്ള മനസ്സുണ്ടാവണം. മാന്യമായി ജീവിക്കാം. ഒരാളുടെയും അടിമയാവണ്ട. അതിന് നമ്മളൊന്ന് മാറുന്ന ഒരു കാർഷിക സംസ്കാരത്തിലേക്ക് നമ്മളുടെ തലമുറയെ നമ്മൾ മാറ്റിയെടുക്കണം. പാഠ്യപദ്ധതികളിലടക്കം നമ്മൾ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കണം. നമ്മുടെ തലമുറയെ നമ്മളിവിടെ പിടിച്ചു നിർത്തണം. ഏതൊരു തൊഴിലിനെ കഴിഞ്ഞ് മാന്യമായ തൊഴിലാണ് കൃഷി എന്നുള്ളത് ഒരു അവബോധം അവർക്കുണ്ടാക്കി കൊടുക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. അതിലുപരി നമ്മുടെ സർക്കാരുകളും അതിനുള്ള ഈ കാർഷിക ഏജൻസികളും കൃഷിക്കാരെ പൊതുസമൂഹത്തിൽ അംഗീകരിക്കാനും അവർക്കൊരു 55 വയസ്സ് കഴിഞ്ഞാൽ 60 വയസ്സിന് മാന്യമായിട്ട് ഉള്ള ഒരു പെൻഷൻ കൊടുക്കാനും ഒക്കെ, അതുപോലെ അവർക്ക് മെഡിക്കൽ അഷുറൻസ് കൊടുക്കാനൊക്കെ തയ്യാറാകണം. കാരണം 55-60 വയസ്സ് വരെ ഈ തൂമ്പയെടുത്ത് കളിച്ച് ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴയത്തും വെയിലത്തും അധ്വാനിച്ച് ഈ രാജ്യത്തെ പത്തായപ്പുരകൾ നിറച്ച കർഷകന് അവന് ഒരു ആനുകൂല്യമില്ല, ഒരു പെൻഷനില്ല. വയസ്സായിട്ടുണ്ടെങ്കിൽ, ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ മരുന്ന് മേടിക്കാൻ സ്വന്തം കീശയിൽ കാശില്ല എങ്കിലും മാറ്റി നിർത്തപ്പെടുന്നു. ഇല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ കിട്ടുന്ന സൗജന്യങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കേണ്ടി വരുന്നു. കൂടുതലൊരു ചികിത്സ വേണ്ടി വന്നാൽ അത് ലഭിക്കാതെ വരുന്നു. ഈ സാഹചര്യം എല്ലാം മാറണം. മാറിയിട്ട് കൃഷിക്കാർക്ക് മാന്യമായിട്ടുള്ളൊരു പെൻഷൻ കൊടുക്കാനും, ഒരു പ്രായപരിധി കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ കൊടുക്കാനും, അവർക്കൊരു ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താനൊക്കെ ഗവൺമെൻറ് തയ്യാറായാൽ നമ്മുടെ കേരളത്തിലെ കാർഷിക രംഗവും മെച്ചപ്പെടും. തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറി വന്നിട്ടുള്ള ഒരു വലിയ തലമുറ ഇന്നും കൃഷിയെ സ്നേഹിക്കുന്നുണ്ട്. കാരണം എവിടെയെല്ലാം നല്ല മണ്ണുണ്ടോ, എവിടെയെല്ലാം നല്ല കാലാവസ്ഥയുണ്ടോ അവിടേക്ക് പലായനം ചെയ്യപ്പെടുന്ന ഒരു വലിയ സമൂഹമാണ്. ഞങ്ങളുടെ എല്ലാം ബ്ലഡിൽ അത് അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരെ ഇനിയുള്ള തലമുറയെ ഈ രൂപത്തിലല്ല, ഞങ്ങളെ സംരക്ഷിച്ച പോലെയല്ല, അതിലും കൂടുതലായി സർക്കാർ നോക്കിയെടുത്താൽ നമ്മുടെ കേരളത്തിലെ കാർഷിക സംസ്കാരം നിലനിൽക്കും. നമ്മൾ മറ്റു രാജ്യത്തു നിന്ന് വരുന്ന ലോഡ് നോക്കി തക്കാളിക്കും അരിക്കും വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ ഒരു ദിവസം ലോഡ് വന്നില്ല എന്ന് വെച്ചിട്ട് നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരില്ല. നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഇതൊക്കെ വിളയിക്കാൻ സാധിക്കും. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കണം. അത് ആവശ്യപ്പെട്ടുകൊണ്ടും അതിനൊക്കെയുള്ള നിവേദനങ്ങൾ നൽകുകയും ഞങ്ങളാലാവുന്നത് ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സംഘടന UFPA ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.